ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഒരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറെ കട്ടപ്പനയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ എന്നും കാണിച്ചു തരാറുള്ളത്. പക്ഷെ ഞങ്ങൾ ഈ ഓണമായിട്ട് എല്ലാവർക്കും പുതിയൊരു സ്ഥലമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഇത് കഞ്ഞിക്കുടിയിൽ നിന്ന് നമ്മൾ വണ്ണപ്പുറം പോകുന്ന റൂട്ടുണ്ട്. അപ്പൊ റൂട്ടിൽ പഴയരിക്കണ്ടത്തിന് ഷോർട്ട് കട്ടായിട്ട് കയറുമ്പം മേളിലേക്ക് കയറി വരണം. അവിടെയാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. കാരണം ഒരു പ്രത്യേക തരം കാറ്റും ആ ഒരു വൈബൊക്കെ നമുക്കൊരു പ്രത്യേക, താഴേക്ക് തന്നെ നോക്കിയാൽ കാണാം. വലിയൊരു കുന്നിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. മലയുടെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതൊക്കെ മണ്ണെടുത്തിട്ട് ഫില്ല് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത്. നേരത്തെ ഇങ്ങനെ ഒരു പ്രദേശം അല്ലായിരുന്നു, മൊത്തം കാട് തിങ്ങി നിറഞ്ഞതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓണത്തിന് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നതാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പ്ലേസ് ഉള്ളപ്പോൾ നമ്മൾ ഒത്തിരി ദൂരം ഒന്നും തേടി പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാട്ടോ ഞങ്ങൾ ഇവിടെ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാന്ന് വെച്ചത്. അപ്പൊ കുറെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഓണവിശേഷങ്ങളാണ് ഇതിനകത്ത് ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് കണ്ടാലോ. അങ്ങനെ ഈ വർഷത്തെ ഓണം ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടുക്കി കഞ്ഞിക്കുഴിക്കടുത്തുള്ള പഴയരിക്കണ്ടത്തുള്ള ഒരു റിസോർട്ടിലാട്ടോ. വളരെ മനോഹരമാകുന്ന ഒരു റിസോർട്ട്, നല്ല പ്രൈവസിയും അതുപോലെ തന്നെ ശാന്തസുന്ദരമാകുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു മലയുടെ മുകളിലാട്ടോ. കാറുകളൊക്കെ ചെല്ലുന്ന യാത്രാ സൗകര്യമുള്ള ഒരു റിസോർട്ട് തന്നെയാണ്. എന്നാൽ വലിയ വാഹനങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലത്തില്ല. അതായത് ടൂറിസ്റ്റ് ട്രാവലറും അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും കയറി ചെല്ലുകയാണ്. കാറുകളൊക്കെ ഈസി ആയിട്ട് കടന്നു ചെല്ലുന്ന ഒരു പ്രദേശത്താണ് ഈ മനോഹരമാകുന്ന ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചെന്നപ്പോൾ മുതൽ ഞങ്ങൾ കാറിൽ നിന്ന് ചാടി ഇറങ്ങി ആ നല്ല മനോഹരമാകുന്ന മലനിരകൾക്കിടയിലൂടെയുള്ള ആ വലിയ തോട്, ആറ്, അതാണ് ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ചത്. അതുപോലെ തന്നെ വലിയ അഗാധമായ ഗർത്തങ്ങളും പാറക്കെട്ടുകളും, അതുപോലെ മലയുടെ ഞങ്ങൾ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റുള്ള എതിർവശത്തുള്ള ഒരു മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമൊക്കെ വളരെ രസകരമായിരുന്നു കേട്ടോ. അതിലുപരി ഞങ്ങൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എപ്പോഴും ഇവിടെ കാറ്റാണ്, തണുത്ത കാറ്റ് വീശുന്നതുകൊണ്ടാണ്. കാറ്റിൻ്റെ ശബ്ദം കാരണം കേൾക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പിന്നീട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഇതുകൊണ്ടല്ലേ, ഇതുകൊണ്ടോ ഞങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതും ആയിരക്കണക്കിനടി താഴ്ചയിലേക്കാണ് ഈ ആറ് കാണുന്നത്. അതുകൊണ്ട് പേടിയാവും കേട്ടോ. ഞാൻ ഇച്ചിരി അകന്ന് മാറി നിന്നാണ് വീഡിയോ ഒക്കെ പിടിച്ചത്. എന്തായാലും വളരെ രസമുണ്ട്. പാറക്കെട്ടുകൾ, കുത്തനെയുള്ള വലിയ പാറക്കെട്ടുകൾ, അതുപോലെ തന്നെ അകലെ നോക്കി കഴിഞ്ഞാൽ വിദൂര കാഴ്ച എന്ന് പറഞ്ഞാൽ എന്തൊരു രസമായിരുന്നു അറിയാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ രസകരമാകുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. എന്തായാലും ഞങ്ങൾ ഈ വർഷം ഇടുക്കി ജില്ലയിലെ പഴയരിക്കണ്ടത്തുള്ള ഈ റിസോർട്ടിൽ 2 ദിവസം ലാൻഡ് ചെയ്ത് ഞങ്ങൾ ഓണം അടിച്ച് പൊളിച്ചു. രാത്രിയിലൊക്കെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളി ഞങ്ങൾ ഗാനമേളയൊക്കെ നടത്തി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടില്ല, കാരണം അതിനകത്ത് സിനിമ ഗാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ കുട്ടികൾ പാട്ട് പാടുന്നതും അതുപോലെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതൊക്കെ ഇടാത്തത്. എന്തായാലും 2 ദിവസം ഞങ്ങൾ ഈ റിസോർട്ടിൽ നല്ല പ്രൈവസിയൊക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു 2 ദിവസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ദൂരെയുള്ള ആളുകളൊക്കെ ഇടുക്കി ജില്ലയിലൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള റിസോർട്ടുകളൊക്കെ ബുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കാരണം ഞങ്ങൾക്ക് അത് വളരെ സന്തോഷമായിരുന്നു. പിന്നീട് അങ്ങനെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഓർത്തു വെക്കുവാൻ നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ഇതുപോലെയുള്ള ഈ റിസോർട്ടുകളും അതുപോലെ നല്ല മനോഹരമാകുന്ന ടൂറിസ്റ്റ് മേഖലയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ പ്രദേശത്തെ മനോഹര ദൃശ്യങ്ങളൊക്കെ, അതുപോലെ ഇവിടുത്തെ റൂം ഫെസിലിറ്റീസൊക്കെ വളരെ വൃത്തിയുള്ളതും വളരെ മനോഹരവുമായ സ്പ്രിംഗ് ബെഡുകളും, അതുപോലെ തന്നെ എന്തുകൊണ്ടും സ്റ്റാൻഡേർഡായ രീതിയിലുള്ള ഒരു റിസോർട്ടാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുക്കി കഞ്ഞിക്കുഴിക്കടുത്തുള്ള പഴയരിക്കണ്ടത്ത് വന്ന് ഈ റിസോർട്ടിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മനോഹരമാകുന്ന ഈ പ്രദേശത്ത് ചെല്ലുവാനും അവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യുവാനൊക്കെ നമുക്ക് കഴിയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിദൂര കാഴ്ചകളൊക്കെ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പകർത്തി തരാം കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രദേശങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മനോഹരമാകുന്ന ഒരു ഓണം ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഇടുക്കി കഞ്ഞിക്കുഴിക്കടുത്തുള്ള പഴയരിക്കടത്തുള്ള ആ റിസോർട്ടിൽ ഞങ്ങൾ കൂടി ആഘോഷിച്ചു. അപ്പോൾ വീണ്ടും ഞങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്കുള്ള മടക്കി യാത്രയിലാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പുതിയ വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.